ഉച്ചയ്ക്ക് ലഞ്ചെല്ലാം കഴിഞ്ഞ് ചെറിയൊരു ഔട്ടിങ്ങിൻ്റെ കോലാഹലങ്ങളിലാണ് കേട്ടോ. എന്താണെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോലെങ്കിൽ പിന്നെ വണ്ടിയുടെ ടയറും കുത്തിപ്പൊട്ടിച്ചേക്കാന്ന് വിചാരിച്ച് ചുമ്മാ കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് കല്ലൊക്കെ എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാർ വാഷിംഗ് അത്യാവശ്യം മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് തന്നെ ഇതിനൊക്കെയുള്ള ചെറിയ ലൊട്ടിലൊടുക്ക് പണികളൊക്കെ ചെയ്ത് ഞാൻ എസ്കേപ്പ് അടിക്കും കേട്ടോ. അങ്ങനെ കാറിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് കീ എടുക്കാൻ മറന്നുള്ള കാര്യം ഓർത്തത്. പിന്നെ പെട്ടെന്ന് പോയി കീ ഒക്കെ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. വണ്ടിക്ക് പുറകെ കൂടെ ഡോറിൽ എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഇതിന് ഫ്രണ്ടിൽ കൂടെ മാത്രമേ വണ്ടിയിലോട്ട് കയറത്തുള്ളൂ, എന്നാലല്ലേ അച്ഛൻ്റെ ചീത്തയാക്കത്തുള്ളൂ. പെട്ടെന്ന് എത്തേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് പതുക്കെ പാട്ടൊക്കെ കേട്ട് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ട്രാഫിക്കുള്ള സമയമായതുകൊണ്ട് തന്നെ ഗൂഗിൾ മാപ്പിൽ നമുക്ക് ഏതൊക്കെയോ ഷോർട്ട് കട്ടിൽ കൂടെയാണ് കേട്ടോ നമ്മളെ കൊണ്ടുപോയത്. സത്യം പറഞ്ഞാൽ മാന്യത ടെക് പാർക്കിൻ്റെ മുന്നിൽ കൂടെയൊക്കെയാണ് പോയത്. അങ്ങനെ പോയി നമ്മൾ ചെന്നെത്തിയത് ഒരു ഹള്ളിയിലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ദൈവമേ റോഡ് അങ്ങ് എൻഡ് ചെയ്തൊന്നും വരെ തോന്നിപ്പോയി. അങ്ങനത്തെ ഈ ഒരു റോഡിലേക്ക് എത്തിയപ്പോഴാണ് മനസ്സമാധാനമായത്. അങ്ങനെ കയറാൻ നല്ല ഉറക്കവും തുടങ്ങി. എന്താണെങ്കിലും നമ്മളിതാ പോകുന്നത് മാൾ ഓഫ് ഏഷ്യയിലേക്കാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ക്രിസ്മസ് ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ഇത് കണക്കുള്ള മാളിലൊക്കെ പോകുക എന്നുള്ളത്. കാരണം അവർ ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ ഒരുപാട് ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇതുപോലുള്ള വലിയ ക്രിസ്മസ് ട്രീകളും. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാംഗ്ലൂരിൽ വന്ന നാൾ മുതൽ ഞാൻ ഏത് ക്രിസ്മസ് ടൈം ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒരു മാളിൽ പോകാറുണ്ട് കേട്ടോ. അങ്ങനെ ആ മാൾ ഓഫ് ഏഷ്യയിൽ എത്തി നമ്മൾ. ഇന്നാണെങ്കിലും നല്ല ഒടുക്കത്തെ തിരക്കായിരിക്കും. ഞാൻ വിചാരിച്ച ദൈവം ഈ മാളിലൊക്കെ ബസ്സും പിടിച്ചാണോ ആൾക്കാർ. അങ്ങനെ നമ്മൾ പാർക്കിങ്ങിലെത്തി. ഈ ഒരു മാൾ ഓഫ് ഏഷ്യയിലെ ഏറ്റവും വലിയ പാടെന്ന് പറഞ്ഞത് ഈ ഒരു പാർക്കിംഗ് തന്നെയാണ്. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വന്നത് തന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുക്കാനാണ് കേട്ടോ. നമുക്കെന്നല്ല എനിക്ക്. ഇതിൻ്റെ ഫ്രണ്ടിലായിരുന്നു ഫുൾ ഡെക്കറേഷൻസും. പക്ഷെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് എത്തിയത് ഇതിൻ്റെ ബാക്കിലാണ് കേട്ടോ. നോക്കിയപ്പോഴാണെങ്കിൽ ഒന്നും കാണുന്നില്ല. പിന്നെ ഈ ഒരു മാള് ഫുള്ള് നമ്മൾ വെളിയിൽ കൂടെ ചുറ്റി നടന്നിട്ടാണ് കേട്ടോ ഇവിടെ എത്തിപ്പെട്ടത്. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴാണെങ്കിൽ നല്ല തിരക്കും ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓരോ ഫോട്ടോയ്ക്കൊക്കെ വേണ്ടി കേതിൻ്റെ കാല് പിടിക്കേണ്ട അവസ്ഥയാണ് കേട്ടോ. എനിക്കിതിലൊക്കെ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും കേതിന് ഇതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ആളോട് നിന്നൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ പോലും അവൻ നിൽക്കില്ല കേട്ടോ. എല്ലാ പിള്ളേരും ഇതുപോലെ ക്രിസ്മസ് പാപ്പയുടെയൊക്കെ മടിയിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് കൊതിയാവും. എടാ മോനെ ഒന്നും നിൽക്കാൻ പറഞ്ഞാൽ അവൻ എൻ്റെ മൈൻഡ് പോലും ചെയ്യത്തില്ല. എന്താണെങ്കിലും അകത്തു നിന്ന് ഞാൻ കുറച്ച് ഫോട്ടോ വയ്ക്കുന്ന നമ്മുടെ ഡ്യൂപ്പായിട്ടുള്ള ക്രിസ്മസ് പാപ്പയുടെ കൂടെ നിന്ന് ഓരോ വീഡിയോ ഒക്കെ എടുത്തു. അവസാനം എനിക്ക് ഒറിജിനൽ ക്രിസ്മസ് പാപ്പയുടെ കൂടെ നിന്നൊരു വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഹസ്ബൻഡ് ആണെങ്കിൽ പറഞ്ഞു എടി അത് കൊച്ചു പിള്ളേർക്ക് വേണ്ടിയുള്ളത്, അങ്ങനെ മടി നീ കയറിയിരിക്കുമെന്ന്. എന്താണെങ്കിലും ഞാൻ അങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ നിന്നിട്ട് അടുത്തു നിന്ന് ഒരു ഫോട്ടോയും ഒരു വീഡിയോയൊക്കെ ഒപ്പിച്ചു കേട്ടോ. പിന്നെ ഒരു ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറഞ്ഞ് ഞാൻ നേരെ വിട്ടു കേട്ടോ. കേതിൻ്റെ ഇൻട്രസ്റ്റ് ഇതിലൊക്കെയാണ് കേട്ടോ. ഇത് കണക്കുള്ള ഓരോ നല്ല കാറുകളൊക്കെ കാണുമ്പോഴത്തേക്ക് അതിൻ്റെ അടുത്ത് പോയി തൊട്ട് നോക്കുക. ഇതിലൊക്കെയാണ് കേതിൻ്റെ ഇൻട്രസ്റ്റ്. അങ്ങനെ ഞങ്ങൾ നേരെ അകത്തേക്ക് കയറി. ഇനിയിപ്പോൾ എന്താണ് എന്തെങ്കിലും കഴിക്കണം, നേരെ വീട്ടിലേക്ക് വേണം. ക്രിസ്മസിന് മുമ്പുള്ള ഒരാഴ്ച ആയിരുന്നെങ്കിലും നല്ല അത്യാവശ്യം തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. എന്നാണെങ്കിലും ക്രിസ്മസിന് മുമ്പ് വന്നതുകൊണ്ട് തന്നെ തിരക്കില്ല എന്ന് പറഞ്ഞാൽ വന്നതാണ്. പക്ഷേ എല്ലാവരും ആ ഒരു കണക്കുകൂട്ടലാണ് വന്നത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു അടിപൊളി ഡോണറ്റും പിന്നെ കോഫിയൊക്കെ കുടിച്ചു. കേതിനൊരു ചെറിയ കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചു. നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്താണെങ്കിലും 1.5 മണിക്കൂർ എത്തും കേട്ടോ ഈ ഒരു ബാംഗ്ലൂരിൽ ട്രാഫിക്കൊക്കെ താണ്ടി നമ്മൾ വീട്ടിലെത്താൻ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ബൈ.